കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഉമ്മ മീൻ കട്ടാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നാത്തൂൻ ദേ ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും വിചാരിച്ചു എൻ്റെ മീനും അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന്. അപ്പം തന്നെ ഞാൻ എന്താ മീനൊക്കെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാനും ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കത്തിയാണെന്നുണ്ടെങ്കിൽ മീൻ മുറിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ മുറിച്ച് കൈയൊക്കെ കഴുകി വന്നിട്ട് ഞാൻ എന്താ കുറച്ച് നേരം അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ കറി വെക്കാൻ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഉമ്മ കറി വെക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉമ്മ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് മേത്തൊഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാ ഉമ്മ മീൻകറി വെക്കുന്ന പരിപാടിയോട് തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ മീൻകറി നല്ല സിമ്പിളാണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മീനൊക്കെ കട്ട് ചെയ്ത് ഉമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കക്കറച്ചിയും കൂടെ വളർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന് എനിക്ക് വയറേനാണ്ട് ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇതാ ചൂടുള്ളതും കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഇങ്ങനത്തേക്കുള്ളത് കാരണം എൻ്റെ ഉമ്മ എന്നെ നോക്കുന്ന രീതി അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വയ്യെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. അങ്ങനെ ദൈവമ്മ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു ചൂടുണ്ട് നല്ലോണം, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മേത്തൊഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സെറ്റിന് ആദ്യം ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാനും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഉമ്മയുടെ മീൻകറിയും കക്കറിച്ച് ഒലത്തിയതും അതുപോലെ തന്നെ മീൻ വറുത്തതും അച്ചിങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ കറിയായിട്ട്. അങ്ങനെ അതൊക്കെ നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പാക്ക് ദൈവമ്മ ഗുളിക കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും വാപ്പയും ഫുഡ് കഴിക്കേണ്ടതുണ്ടായിരുന്നു. വാപ്പ കഴിച്ച് കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ സമാധാനത്തിലാണ് ഫുഡ് കഴിച്ചത്. കാര്യം വേറൊന്നുമല്ല, പിള്ളേരെ നോക്കാനും ഉമ്മയും വാപ്പയും ഉണ്ട്. അപ്പം നല്ല സമാധാനത്തിൽ ഫുഡ് കഴിക്കാം. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു. വാപ്പയാണെങ്കിൽ പോയി വന്ന ചീട്ടും കല്ലൊക്കെ എടുത്ത് വെക്കാട്ടെ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഷിനിക്കാവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല സങ്കടമുണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ. പിന്നെ എന്താ ചെയ്യുക, പോയല്ലേ പറ്റൂ. പിന്നെ നമ്മുടെ അയനൂസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാൻ നമ്മളെ കൂടെ കൂട്ടാക്കൂല കേട്ടോ. പിന്നെ ഷിനിക്കാകെ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉമ്മ പറഞ്ഞതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എൻ്റെ അടുത്ത് കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് നീ കറിയൊന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാൻ നേരത്ത് നമ്മുടെ ഏറൂസ് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ